ഇന്ന് നമ്മൾ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇമ്പാക്റ്റ് ഓഫ് ലൈറ്റിംഗ് ഓൺ പ്രൊഡക്ടിവിറ്റി ആൻഡ് യുവർ മൂഡ്. ശരിയായ ലൈറ്റിംഗ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ എനർജീനെ തന്നെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ ഫോക്കസിനെ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഓവറോൾ വെൽബീങ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കുന്നതാണ്. വീഡിയോ അവസാനം വരെ കാണുക, കാരണം ഞാൻ ഇതിൽ ചെറിയ പ്രാക്ടിക്കൽ ടിപ്സ് തരുന്നുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. ലൈറ്റിംഗ് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനമായ ഒരു റോള് തന്നെയാണ് വഹിക്കുന്നത്. അത് നമ്മൾ എങ്ങനെ നമ്മുടെ ചുറ്റുവട്ടത്തെ കാണുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ മൂഡ്, നമ്മുടെ എനർജി ലെവൽ, നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇതെല്ലാം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഓരോരോ ലൈറ്റിംഗ് എങ്ങനെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നാച്ചുറൽ ലൈറ്റിനെ കുറിച്ച് സംസാരിക്കാം. നാച്ചുറൽ ലൈറ്റാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലൈറ്റിംഗ് ഓപ്ഷൻ. അത് നമ്മുടെ മൂഡിനെയും പ്രൊഡക്ടിവിറ്റീനെയും നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. അത് മാത്രമല്ല, നാച്ചുറൽ ലൈറ്റിൻ്റെ കറക്റ്റായിട്ടുള്ള എക്സ്പോഷർ കൊണ്ട് നമ്മുടെ സർക്കേഡിയൻ റിതം കറക്റ്റായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അത് നമ്മുടെ സ്ലീപ്പ് ആക്ടിവിറ്റി നല്ല രീതിയിൽ നടക്കുവാനും സഹായിക്കും. സ്റ്റഡീസൊക്കെ പറയുന്നത് ജനലിനരികെയോ അല്ലെങ്കിൽ നാച്ചുറൽ ലൈറ്റ് കിട്ടുന്ന ഏരിയാസിലേക്ക് നിന്ന് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നല്ല രീതിയിൽ അലേർട്ട്നെസ്സും പ്രൊഡക്ടിവിറ്റിയും കൂടുന്നതായിട്ട് കാണപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഇവരിൽ സ്ട്രെസ്സും വളരെയധികം കുറവായിരിക്കും എന്ന് കണ്ടെപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇഫ് പോസിബിൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന എൻവിറോൺമെൻറ്റ് കൂടുതൽ നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റിങ്ങിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുക. കാരണം ഇത് നമ്മുടെ ഐ സ്ട്രെയിനുകൾ എല്ലാം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ്. നല്ല രീതിയിൽ പ്രൊഡക്ടിവിറ്റിയും നല്ല രീതിയിൽ നമുക്കത് നമ്മുടെ എനർജീനെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വർക്ക് എൻവിറോൺമെൻറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നാച്ചുറൽ ലൈറ്റ് അവൈലബിൾ അല്ലാത്ത സ്ഥലത്താണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ലൈറ്റ് യൂസ് ചെയ്യുന്നത്. എന്നാൽ എല്ലാ ആർട്ടിഫിഷ്യൽ ലൈറ്റും ഒരേ രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. കറക്റ്റായിട്ടുള്ള കളർ ടെമ്പറേച്ചർ, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഇതെല്ലാം മാറുന്നതനുസരിച്ച് നമ്മുടെ മൂഡിനും നമ്മുടെ എനർജി ലെവൽസിനും എല്ലാം വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. രണ്ട് രീതിയിലാണ് സാധാരണ ആൾക്കാർ ലൈറ്റിംഗ് സെറ്റ് ചെയ്യാറ്. ഒന്ന് വാം ലൈറ്റിംഗ് അല്ലെങ്കിൽ കൂൾ ലൈറ്റിംഗ്. വാം ലൈറ്റ് ഒരു യെല്ലോ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കളറിലേക്ക് പോകുന്ന ഒരു ലൈറ്റിംഗ് സെറ്റപ്പാണ്. അതിൽ നമുക്ക് കൂടുതലും ഒരു റിലാക്സിങ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അത് സാധാരണയായിട്ട് ലിവിങ് റൂംസിൽ, ബെഡ്റൂമുകളിലൊക്കെയാണ് നമ്മൾ ഈ തരം ലൈറ്റിംഗ് സെറ്റപ്പുകൾ ചെയ്യാറുള്ളത്. എന്നാൽ കൂൾ വൈറ്റ് കൂടുതലൊരു ബ്ലൂയിഷ് ടെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു വൈറ്റ് കളർ ലൈറ്റിലേക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആ ലൈറ്റുകൾ കൂടുതൽ കോൺസെൻട്രേഷൻ വരേണ്ട സ്ഥലങ്ങളിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ സ്റ്റഡി പർപ്പസിന് യൂസ് ചെയ്യുന്ന എൻവയോൺമെൻറ്റ്, വർക്കിംഗ് എൻവയോൺമെൻറ്റ്, ഇതെല്ലാം ഇതിന് വേണ്ടിയിട്ട് സഹായകരമായിട്ടുള്ള ലൈറ്റിംഗ് സെറ്റപ്പുകളാണ്. അപ്പോൾ നമ്മളൊരു ഓഫീസ് സെറ്റപ്പിൽ എന്ത് തരം ലൈറ്റായിരിക്കും സെറ്റ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഏത് തരം ലൈറ്റുകളാണ് ഓഫീസ് സെറ്റപ്പിൽ യൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കാണ് ഗ്ലെയർ ആൻഡ് ഷാഡോസ്. ഗ്ലെയർ ആൻഡ് ഷാഡോസ് എങ്ങനെ ഒഴിവാക്കി നമ്മളൊരു ലൈറ്റിംഗ് സെറ്റപ്പ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഗ്ലെയർ ഷാഡോസ് സാധാരണ ലൈറ്റ് പിടിപ്പിക്കുന്ന സമയങ്ങളിൽ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. നമ്മൾ പാസ് ചെയ്ത് നടന്നു പോകുമ്പോഴൊക്കെ ഇതിൻ്റെ ലൈറ്റ് ചിലപ്പോൾ നമുക്ക് ഷാഡോ വരുമ്പോഴൊക്കെ നമുക്ക് ചെറിയ ഒരു ഐ സ്ട്രെയിൻ ഫീൽ ചെയ്യിക്കുന്നുണ്ടാവും. അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയാം. നമ്മുടെ ലൈറ്റിൻ്റെ പൊസിഷൻ എപ്പോഴും ഈവനായിട്ട് എല്ലാ റൂമിൻ്റെ എല്ലാ ഭാഗങ്ങളും സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലേക്ക് വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. ഞാൻ ചില സൈറ്റുകളൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്, ഫാൻസിൻ്റെ അടുത്ത് തന്നെ ലൈറ്റുകൾ വെക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വരുന്ന പ്രോബ്ലം എന്താ വെച്ചാൽ, നമ്മൾ ഫാൻ ഓണാക്കി കഴിയുമ്പോൾ ഈ ലൈറ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ഫാനിൻ്റെ ഫ്ലാപ്സിൽ തട്ടുകയും താഴെ നമ്മൾ നോക്കുമ്പോൾ ഇതിങ്ങനെ മിന്നുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് വളരെ രീതിയിൽ ഐ സ്ട്രെയിൻ വരുന്ന ഒരു സംഭവം തന്നെയാണ്. കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും ലൈറ്റ് കുറച്ചും കൂടി ഫാനിൻ്റെ ഡയമീറ്ററിൽ നിന്ന് കുറച്ച് അകലെ നിൽക്കുന്ന രീതിയിൽ, കൂടുതലും ഭിത്തിയുടെ വാളിനോട് ചേർന്ന് നിൽക്കുന്ന ലൈറ്റിൻ രീതിയായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമുക്ക് കൂടുതൽ സ്ട്രെയിൻ വരാത്ത രീതിയിൽ എല്ലാ ഏരിയയിലേക്ക് ലൈറ്റ് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ലൈറ്റുകൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത് പറയുന്നത് ലെയർഡ് ലൈറ്റിങ്ങിനെ കുറിച്ചാണ്. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോകളിൽ ആംബിയൻ ലൈറ്റിംഗ്, ടാസ്ക് ലൈറ്റിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇനി പറയുന്നത്. ലെയർഡ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷനാണ്. അത് ആംബിയൻ ലൈറ്റിംഗ്, ടാസ്ക് ലൈറ്റിംഗ്, അതുപോലെ ആക്സെൻറ്റ് ലൈറ്റിംഗ് എല്ലാം കൂടി കൂടിച്ചേർന്നിട്ടുള്ള ഒരു മെത്തേഡാണ് ലെയർഡ് ലൈറ്റിംഗ്. ഇങ്ങനത്തെ മെത്തേഡ് ഓഫ് ലൈറ്റിങ്ങിൽ നമുക്കൊരു ബാലൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് മൊത്തത്തിലുള്ള ലൈറ്റിങ്ങിൽ വരുമ്പോൾ. ആംബിയൻ ലൈറ്റിംഗ് ഓവറോൾ ഒരു ഇലൂമിനേഷൻ തരാൻ സഹായിക്കുന്നതാണ്. പിന്നെ ആക്സെൻറ്റ് ലൈറ്റിംഗ് ചില ഹൈലൈറ്റ്സുകൾ ചെയ്യാനായിട്ടാണ് ആക്സെൻറ്റ് ലൈറ്റിംഗ് ചെയ്യുന്നത്.
പിന്നെ ടാസ്ക് ലൈറ്റിംഗ് നമുക്ക് അത്യാവശ്യം വേണ്ട ചില ഏരിയാസിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ലൈറ്റിംഗ് ആണ് ടാസ്ക് ലൈറ്റിംഗ് വരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഇനിയും നമുക്ക് കാണാം. സോ ഒരു ക്വിക്ക് ടിപ്പ് ഉണ്ട്. നിങ്ങളുടെ വർക്ക് സ്പേസ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റിൻ്റെയും നാച്ചുറൽ ലൈറ്റിൻ്റെയും ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ലൈറ്റിംഗ് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഈ രീതിയിൽ നമ്മൾ ലൈറ്റിംഗ് സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റിയും ക്രിയേറ്റിവിറ്റിയും എല്ലാം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്.